2025 മെയ് 27 നടന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ് കേട്ടോ. ഒഡീഷയാണ് നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം ഒന്നാമതായിട്ട് നിൽക്കുന്ന സംസ്ഥാനം. ഏത് വർഷത്തെ റിപ്പോർട്ടാണ് 2025 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? 2023 കേട്ടോ. ഫിനാൻഷ്യൽ ഇയർ 2023 റിപ്പോർട്ടാണ് 2025 പുറത്തുവിട്ടിരിക്കുന്നത്. ആരാണ് ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് പുറത്തുവിടുന്നത്? അതായത് സാമ്പത്തിക ആരോഗ്യ സൂചിക പുറത്തുവിടുന്നത് ആരാണ്? നീതി ആയോഗാണ് അല്ലെ. 2025 പുറത്തുവിട്ടത് ഏത് വർഷത്തെ റിപ്പോർട്ടാണ്? 2023 റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ് കേട്ടോ. ഒഡീഷ. നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 15ാം സ്ഥാനമാണ് കേട്ടോ. സാമ്പത്തിക ആരോഗ്യ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം 15ാം സ്ഥാനമാണ്. ഒന്നാം സ്ഥാനം ആർക്കാണ്? ഒഡീഷയ്ക്കാണ് കേട്ടോ. ഇനി അടുത്തത് പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, രാജ്യത്തെ ആദ്യത്തെ വേർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. ശരിയാണ്. രാജ്യത്തെ ആദ്യത്തെ വേർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലമാണ് പാമ്പൻ പാലം. 1961 പഴയ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. വർഷം അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം ഈ പാമ്പൻ പാലം പണി പൂർത്തീകരിച്ചത് ബ്രിട്ടീഷുകാരാണ്. അപ്പം എന്തായാലും 61 1914 പഴയ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. 1964 വലിയ ചുഴലിക്കാറ്റിൽ ഈ പാലത്തിന് വലിയ കേടുപാടുകൾ ഉണ്ടായി. അതുകൂടാതെ ആ പാലത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ട്രെയിൻ മുഴുവനായിട്ടും മറയുകയും അതിലുണ്ടായിരുന്ന ആളുകളെല്ലാം മരണപ്പെടുകയും ചെയ്തിരുന്നു. ഓക്കെ. അതിനുശേഷം ഈ പാലത്തിന്റെ കേടുപാടുകൾ തീർത്ത് അത് യാത്രായോഗ്യമാക്കിയത് ഈ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. പക്ഷേ ഇപ്പോഴതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കാലപ്പഴക്കം കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത, നന്നാക്കിയാലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് പുതിയൊരു പാലം നിർമ്മിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തുന്നത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ഓക്കെ, അങ്ങനെ പുതിയ പാലം നിർമ്മിച്ചു. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലം ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവുമുണ്ട്. നീളം കറക്റ്റാണ്, 2.08 ആണ്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം 2.5 അല്ല, 12.5 മീറ്റർ ആണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്ന് പറയുന്നത്. പക്ഷെ പ്രൊവിഷണൽ ആൻസർ കീ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3, 4 ശരിയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് ശരിയല്ല. 12.5 ആണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നോക്കുക, ഇതാണ് നമ്മുടെ പാമ്പൻ പാലം. അതിൻ്റെ വേർട്ടിക്കൽ ലിഫ്റ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പൊങ്ങുമ്പോൾ നമ്മുടെ എന്താണ് കപ്പലുകൾക്ക് അതിൻ്റെ അടിയിൽ കൂടെ പോകാൻ സാധിക്കും. അതാണ് ഈ ഒരു പാലത്തിൻ്റെ പ്രത്യേകത. ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാം. ഇന്ത്യയുടെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ സീ ബ്രിഡ്ജ് ആണ് പാമ്പൻ പാലം, പുതിയ പാമ്പൻ പാലം. അതിൻ്റെ നീളം എത്രയാണ്? 2.08 കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എത്രയാണ്? 12.5 മീറ്റർ ആണ്. ശ്രദ്ധിക്കുക, 12.5 മീറ്റർ ആണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. അത് കണക്ട് ചെയ്യുന്ന ടൗൺ ഏതൊക്കെയാണ്? രാമേശ്വരത്തെയും മണ്ഡപത്തെയുമാണ് കണക്ട് ചെയ്യുന്നത്. പാമ്പൻ ഐലൻഡിലുള്ള, പാമ്പൻ ദ്വീപിലുള്ള രാമേശ്വരത്തെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ മെയിൻ ലാൻഡിലുള്ള മണ്ഡപം എന്ന് പറയുന്ന സ്ഥലത്തെയുമാണ് ഈ ഒരു ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നത്. മണ്ഡപത്തെയും രാമേശ്വരത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ് നമ്മുടെ പാമ്പൻ ബ്രിഡ്ജ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കൂ. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ഗായത്രി സ്പിവാക് ആണ്. ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ഗായത്രി സ്പിവാക്. 2025 ഹോൾബർഗ് പുരസ്കാരം നേടിയത് ആരാണ്? ഗായത്രി സ്പിവാക് ആണ്. ഹോൾബർഗ് പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയുമാണ് ഗായത്രി സ്പിവാക്. ഇനി എന്താണ് ഈ ഹോൾബർഗ് പുരസ്കാരം എന്ന് പറയുന്നത്? നോർവേ സർക്കാരിൻ്റെ ഒരു ഉന്നത ബഹുമതിയാണ് ഹോൾബർഗ് പുരസ്കാരം എന്ന് പറയുന്നത്. ഇത് ഏത് മേഖലയിലുള്ളവർക്കാണ് നൽകുന്നതെന്ന് ചോദിച്ചാൽ കല, ഹ്യൂമാനിറ്റീസ്, സാമൂഹിക ശാസ്ത്രം, നിയമം, തിയോളജി അഥവാ ദൈവശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെ
മികച്ച സംഭാവനകൾക്ക് നോർവേ സർക്കാർ വർഷം തോറും നൽകുന്ന അന്താരാഷ്ട്ര അവാർഡാണ് ഹോൾബർഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ആരാണ് ഗായത്രി ചക്രവർത്തി സ്പിവാക് എന്ന് പറയുന്നത്? ഒരു സാഹിത്യ വിമർശകയും അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുമാണ് ഗായത്രി സ്പിവാക്. ഇനി എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ അവാർഡ് ലഭിച്ചത്? നോർവേ സർക്കാരിൻ്റെ ഈ ഉന്നത പുരസ്കാരമായ ഹോൾബർഗ് പുരസ്കാരം ലഭിച്ചത് എന്തുകൊണ്ടാണ്? എന്തിനുള്ള പ്രവർത്തനം കൊണ്ടാണ്? സാഹിത്യ സിദ്ധാന്തത്തിൻ്റെയും അതുപോലെ തന്നെ തത്വചിന്തനയുടെയും മേഖലകളിലെ അവരുടെ വിപ്ലവകരമായ പ്രവർത്തനത്തിനാണ് അവർക്ക് ഈ അവാർഡ് നൽകുന്നത്. ഓക്കെ, ഇനി 4ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് ആർക്കാണ്? ഓപ്ഷൻ ഡി, സുഖ്ജിത് സിംഗിനാണ് കിട്ടാത്തത്. ബാക്കി 3 പേർക്കും മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചതാണ്. ആർക്കൊക്കെയാണ് അപ്പോൾ ലഭിച്ചത്? ചെസ് താരമായ ഗുകേഷ് ഡി, ഹോക്കി താരമായ ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റിക്സ് താരമായ പ്രവീൺ കുമാർ, ഷൂട്ടിംഗ് താരമായ മനു പേക്കർ. ഇവർക്ക് 4 പേർക്കുമാണ് 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? സൾഫറിന്റെ സാന്നിധ്യമാണ്. അടുത്തത്, ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. XDX-01, XDX-02 എന്ന് പറയുന്ന ഈ 2 ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർത്തത്. ഇനി നമുക്ക് ഈ ദൗത്യം ഒന്ന് നോക്കാം. എന്താണ് ഈ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് അഥവാ സ്പെയ്ഡെക്സ് ദൗത്യം? എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? 2 ഉപഗ്രഹങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഡോക്കിങ്ങും അവയെ വേർപെടുത്തുന്ന അൺഡോക്കിങ്ങും ചേർന്നതാണ് സ്പെയ്ഡെക്സ് പരീക്ഷണ ദൗത്യം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു എക്സ്പെരിമെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും? 2 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വച്ച് ചേർക്കുകയും അതുപോലെ തന്നെ വേർപെടുത്തുകയും ചെയ്യുന്ന ഈ 2 എക്സ്പെരിമെന്റുമാണ് സ്പെയ്ഡെക്സ് ദൗത്യത്തിൽ ഉണ്ടായിരുന്നത്. ഇനി എന്താണ് ഇവിടെ ചെയ്തതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു? 2 സാറ്റലൈറ്റുകളെ ഉപഗ്രഹങ്ങളെ PSLV C60 എന്ന് പറയുന്ന ലോഞ്ച് വെഹിക്കിളിൽ വിക്ഷേപണ വാഹനത്തിൽ ബഹിരാകാശത്തോട്ട് വിക്ഷേപിച്ചു. ഏതൊക്കെ സാറ്റലൈറ്റുകളെയാണ്? XDX-01, XDX-02 എന്ന് പറയുന്ന 2 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തോട്ട് വിക്ഷേപിച്ചു. ഏത് വിക്ഷേപണ വാഹനത്തിലാണ്? PSLV C60 എന്ന് പറയുന്ന വിക്ഷേപണ വാഹനത്തിൽ ഡിസംബർ 30, 2024 ബഹിരാകാശത്തോട്ട് വിക്ഷേപിച്ചു. ഇതിൽ ഒന്നെന്തായിരുന്നു? ചേസർ ആയിരുന്നു. ഒന്നെന്തായിരുന്നു? ടാർഗറ്റ് ആയിരുന്നു അല്ലെ. ഈ ചേസർ പോയിട്ട് ടാർഗറ്റ് പോയി കൂടിച്ചേരും. XDX-01 ചേസറും XDX-02 ടാർഗറ്റുമാണ്. ഓക്കെ, ഇനി അങ്ങനെ ഈ വിക്ഷേപിച്ച 2 ഉപഗ്രഹങ്ങളും വിജയകരമായി കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്നാണ്? ജാനുവരി 16, 2025 കേട്ടോ. അതുപോലെ തന്നെ 2 ഉപഗ്രഹങ്ങളും വിജയകരമായി വേർപെടുത്തിയത് എന്നാണ്? 2025 മാർച്ച് 13. തീയതിയൊക്കെ വളരെ ഓർത്തിരിക്കണം. കൂട്ടിച്ചേർത്തത് ജാനുവരി 16 വേർപെടുത്തിയതെന്നാണ്? മാർച്ച് 13. ഈ മിഷന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? N. സുരേന്ദ്രനാണ് കേട്ടോ. അതുപോലെ തന്നെ ഡോക്കിംഗ് സാങ്കേതികവിദ്യയുള്ള 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ്? USA, റഷ്യ, ചൈന. അങ്ങനെ ഈ സാങ്കേതികവിദ്യയുള്ള 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. 2 ബഹിരാകാശത്തോട്ട് ആദ്യം നമ്മൾ 2 ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്നു. എന്നിട്ട് എന്താണ്? ആ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? അതിനെ വേർപെടുത്തുന്നു. അതാണ് നമ്മുടെ ഈ ഒരു സ്പെയ്ഡെക്സ് ദൗത്യത്തിൽ നടത്തിയത്. ഓക്കെ, വിജയകരമായി നമ്മളത് ചെയ്യുകയും ചെയ്തു. ഇനി എന്താണ് ഈ ഒരു ദൗത്യത്തിൻ്റെ പ്രാധാന്യം? ഈ ഒരു എക്സ്പെരിമെന്റ് സക്സസ് ആയതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപകാരങ്ങളാണ് ഈ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്? ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചന്ദ്രയാൻ 4 പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. അതിലെന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു വാഹനം ചന്ദ്രനിലോട്ട് വിടാനും അവിടുന്ന് സാമ്പിൾ ശേഖരിച്ച് തിരിച്ചു കൊണ്ടുവരാനും ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൻ്റെ വിജയം നമ്മളെ ആ ദൗത്യത്തിൽ സഹായിക്കും. ചന്ദ്രനിൽ നിന്നുള്ള മടക്കത്തിൽ ഈ ഒരു വിജയം നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. അതുപോലെ നമ്മൾ ഇന്ത്യ സ്വന്തമായിട്ടൊരു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പണിയാനും ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ നിർമ്മാണത്തിലും എന്ത് സഹായിക്കും? ഈ ഒരു വിജയം സഹായിക്കും. അതുപോലെ തന്നെ ബഹിരാകാശ യാത്ര നടത്താനും നമ്മുടെ ഈ ഒരു ഇന്ത്യ സ്വന്തമായിട്ട് ആളെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ആ ദൗത്യത്തിനൊക്കെ സഹായകമാകും. എന്ത്? ഈ ഒരു സ്പെയ്ഡെക്സ് ദൗത്യത്തിൻ്റെ വിജയം. ഓക്കെ,
അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? XDX-01നെയും XDX-02നെയുമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? സുനിത വില്യംസിനെയാണ് അല്ലേ? സുനിത വില്യംസ്. നമ്മൾ അവരുടെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? മുടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഈ ഒരു വിശേഷണം അദ്ദേഹം പറയുന്നത്. അത് പക്ഷേ വളരെ വിവാദമൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പം നമുക്ക് എന്താണെന്നൊന്ന് നോക്കാം. ഓക്കെ, 2024 ജൂൺ 5 ആണ് സുനിത വില്യംസും അതുപോലെ തന്നെ ബുച്ച് വിൽമോറും ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിലോട്ട് പോകുന്നത്. ഏത് മിഷന്റെ ഭാഗമായിട്ടാണ് ഇവർ പോകുന്നത്? ബോയിങ് ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് മിഷന്റെ ഭാഗമായിട്ടാണ് സ്റ്റാർലൈൻ പേടകത്തിൽ ഇവർ ബഹിരാകാശ നിലയത്തിലോട്ട് പോകുന്നത്. വെറും 8 ദിവസത്തെ ദൗത്യത്തിനായിട്ടാണ് ഇവർ പോകുന്നതെങ്കിലും ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അവർക്ക് തിരിച്ചു വരാനായില്ല. അവരുടെ തിരിച്ചുവരവ് വളരെയധികം നീണ്ടുപോയിരുന്നു. അത് പിന്നെ വളരെയധികം ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിതെളിച്ചിരുന്നു. അങ്ങനെ അവർ മാർച്ച് 18, 2025 തിരിച്ചു വരുന്നത്. 8 ദിവസത്തെ ദൗത്യത്തിന് പോയിട്ട് അവർ എപ്പോഴാണ് തിരിച്ചു വരുന്നത്? 286 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. എങ്ങനെയാണ് അവർ തിരിച്ചു വരുന്നത്? സ്പേസ് എക്സിന്റെ ക്രൂ 9 മിഷന്റെ ഭാഗമായിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ പോയത് ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ പേടകത്തിൽ ബോയിങ് ക്രൂ ഫ്ലൈറ്റ് മിഷന്റെ ഭാഗമായിട്ട് പോയി. തിരിച്ചു വന്നത് എങ്ങനെയാണ്? ക്രൂ 9 മിഷൻ, സ്പേസ് എക്സിന്റെ ക്രൂ 9 മിഷന്റെ ഭാഗമായിട്ടാണ് തിരിച്ചു വന്നത്. ഇപ്പം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ബോയിങ് അതുപോലെ തന്നെ സ്പേസ് എക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. എന്താണ് ഇത് രണ്ടും എന്താണ്? നാസ നിയമിച്ച 2 കമ്പനികളാണ് സ്പേസ് എക്സും അതുപോലെ തന്നെ ബോയിങ് എന്നും പറയുന്നത്. എന്താണ് ഇവരുടെ ദൗത്യം? എന്താണ്? ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരാനുമായിട്ട് നാസ നിയമിച്ച 2 US കമ്പനികളാണ് സ്പേസ് എക്സ് ആൻഡ് ബോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, 2030 ബഹിരാകാശ നിലയം ഉപേക്ഷിക്കുന്നത് വരെ ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്നതിനും തിരികെ കൊണ്ടുവരുന്നതിനുമായിട്ട് നാസ നിയമിച്ച 2 കമ്പനികളാണ് സ്പേസ് എക്സും ബോയിങ്ങും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യം നോക്കുക. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? 100 കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മോളിൽ കൊടുക്കാം, കണ്ടു നോക്കാം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നത്? കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത്. അതുപോലെ തന്നെ എത്ര ജില്ലകളെയാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയെന്ന് വെച്ചാൽ വിളക്ഷമത കുറഞ്ഞ 100 ജില്ലകളെയാണ് ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. എന്തിനു വേണ്ടിയിട്ടാണ് ഉൾപ്പെടുത്തിയത്? ഈ 100 ജില്ലകളെയും വിളക്ഷമത കുറഞ്ഞ ഈ 100 ജില്ലകളെയും അതിൻ്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പദ്ധതിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ശ്രദ്ധ കൊടുക്കുന്നതെന്ന് വെച്ചാൽ 4 കാര്യങ്ങൾക്കാണ്. ഒന്നാമത്തെ എന്താണ്? വിളവൈവിധ്യവൽക്കരണവും സുസ്ഥിര കാർഷിക രീതികളും സ്വീകരിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താണ്? പഞ്ചായത്ത് ബ്ലോക്ക് തലങ്ങളിൽ വിളവെടുപ്പിന് ശേഷം സംഭരണശേഷി വർദ്ധിപ്പിക്കുക. ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. ദീർഘകാല ഹ്രസ്വകാല വായ്പകളുടെ ലഭ്യത സുഗമമാക്കുക. 9ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? രാംനാഥ് കോവിന്ദ്. നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന രാംനാഥ് കോവിന്ദാണ്. ഇനി ഈ കമ്മിറ്റിയിലെ മറ്റു മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരാണ്? കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത് ഷാ, കേന്ദ്ര നിയമമന്ത്രിയായ അർജുൻ റാം മേഘ്വാൾ, അതുപോലെ തന്നെ ഫോർമർ പാർലമെന്ററി ലീഡർ ഓഫ് ദ INC ഇൻ ലോക്സഭ 2019 പാർലമെന്ററി ലീഡർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയ അധിർ രഞ്ജൻ ചൗധരി, പിന്നെ അതുപോലെ തന്നെ ഫോർമർ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ രാജ്യസഭ ഗുലാം നബി ആസാദ്, NK സിംഗ്, ചെയർമാൻ ഓഫ് ദ 15th ഫിനാൻസ് കമ്മീഷൻ, ഡോക്ടർ സുഭാഷ് സി കശ്യപ്, former Secretary General of Lok Sabha, Harish Salve, Senior Advocate of the Supreme Court, Sanjay Kothari, former Chief Vigilance Commissioner. ഇത്രയും പേരാണ് മറ്റ് അംഗങ്ങൾ. അടുത്ത ചോദ്യം. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമനോലേഡി എന്ന മനുഷ്യ പൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? റൈസിംഗ് സ്റ്റാർ കേവിൽ നിന്നാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അപ്പോൾ നമ്മൾ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച 10 കറണ്ട് അഫയേഴ്സ് ചോദ്യവും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ഇപ്പം നോക്കിക്കഴിഞ്ഞു.